കഴിഞ്ഞ ദിവസം കേരളം മുഴുവൻ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. ഒരു കൊടും ക്രിമിനൽ പൊതു ഇടങ്ങളിൽ വിഹരിക്കുന്നു. അതും അതീവ സുരക്ഷയുള്ള കേരളത്തിലെ ഒരു സെൻട്രൽ ജയിലിൽ നിന്ന് മതിൽ ചാടി രക്ഷപ്പെട്ടിരിക്കുന്നു. അവിശ്വസനീയമായ ഒരു കാര്യമാണ്. ഇതിന് പിന്നിൽ വായിച്ചെടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്ന് തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും ഒരു അതീവ സുരക്ഷ എന്ന് പറഞ്ഞാൽ അത്യതീവ സുരക്ഷയുള്ള കേരളത്തിലെ ഒരു ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ. അതിലെ ഏറ്റവും സുരക്ഷയുള്ളതാണ് 10-ാം വാർഡ് എന്ന് പറയുന്നത്. അവിടെ സുരക്ഷയുടെ അങ്ങേയറ്റമാണ്. 123 CCTVകൾ ജയിലിനകത്ത് തന്നെയുണ്ട്. അപ്പോൾ അതിനും പുറമെ ഈ 10-ാം വാർഡിൻ്റെ പരിസരത്ത് സൗണ്ട് പ്രൂഫുള്ള സൗണ്ട് സിസ്റ്റം ഉള്ള CCTVകളാണ്. അപ്പോൾ അവിടെ കാലിൻ്റെ ശബ്ദം വരെ ആ CCTVയിൽ പിടിക്കുമെന്നാണ് പറയുന്നത്. നമ്മൾ നടക്കുമ്പോൾ ചുള്ളിക്കമ്പുകൾ ചവിട്ടിയാൽ പോലും, അല്ലെങ്കിൽ വാതിൽ തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ ശബ്ദം ചുമയ്ക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ശബ്ദം പോലും പിടിക്കുന്ന വിധത്തിലുള്ള ശബ്ദം പിടിക്കുന്ന CCTVകളുള്ള സ്ഥലമാണ്. പിന്നെ 3 വൻ മതിലുകൾ, ഇതെല്ലാം കടന്ന് അതീവ സുരക്ഷയുള്ള ഈ പ്രദേശത്ത്. അതുപോലെ തന്നെ ഓരോ 2 മണിക്കൂറിലും ഇവരുടെ ഈ രാത്രിയിൽ ഇവരവിടെ പ്രസൻസ് ഉണ്ടോ എന്ന് നോക്കുന്ന അറ്റൻഡൻസ് സംവിധാനം. ഇവർക്ക് വസ്ത്രം പോലും, നീളമുള്ള വസ്ത്രങ്ങളൊന്നും കൊടുക്കില്ല, മുണ്ട് പോലുള്ളതൊന്നും കൊടുക്കില്ല. ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും നിൽക്കവേ, പിന്നെ ഈ 3-ാമത്തെ മതിലെന്ന് പറയുന്നത് 30 മീറ്ററോളം അപ്പുറമാണ്. അപ്പോൾ അതിനിടയ്ക്ക് 123 CCTVകൾ എവിടെ പോയി? സെൻട്രൽ കൺട്രോൾ റൂം എന്ത് ചെയ്തു? അവിടുത്തെ പറാവുകാർ എന്ത് ചെയ്തു? ഇതെല്ലാം ചോദ്യചിഹ്നമാണ്. അങ്ങനെ 7.5 മീറ്റർ പൊക്കമുള്ള അവസാനത്തെ മതിലിലെത്തുന്നു. അതിൽ 5 മീറ്റർ കടക്കുമ്പോൾ തന്നെ അലാറം അടിക്കേണ്ടതാണ്. അതിൽ പിന്നെ കുറച്ച് കടക്കുമ്പോൾ കറണ്ട് അടിച്ച് ഇയാൾ താഴെ വീഴേണ്ടതാണ്. ഫെൻസിങ് ഇലക്ട്രിഫൈഡ് ആണ്. ഇതൊന്നും പ്രവർത്തിക്കാതെ ഇയാൾ നിഷ്പ്രയാസം 7.5 മീറ്റർ പൊക്കമുള്ള മതിൽ ഏതാണ്ട് പാലിൻ്റെ ടിന്നുകളും ഇതൊക്കെ വെച്ച് കയറുകൾ പല വസ്ത്രങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടാക്കി എന്നൊക്കെ പറയുന്നല്ലേ, വടമുണ്ടാക്കി. വടമൊക്കെ എവിടുന്ന് കിട്ടി എന്നിങ്ങനെ നോക്കുമ്പോൾ ഇതൊരു അത്ഭുതകരമായ ഒരു രക്ഷപ്പെടലാണ്. ഗ്രേറ്റ് എസ്കേപ്പ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ഒരു സിനിമ ഉണ്ടായിരുന്നു. അതിനേക്കാൾ വലിയൊരു ഗ്രേറ്റ് എസ്കേപ്പാണ് ഈ ഒറ്റക്കയ്യൻ, അതായത് വികലാംഗനായ ഈ ഒരു പ്രതി ചാടിയിരിക്കുന്നത്. അപ്പോൾ ഏത് വികലാംഗനും ജയിൽ ചാടാൻ പരുവത്തിലായിരിക്കുന്നു നമ്മുടെ ജയിലുകൾ എന്ന് പറയുന്നത് അത്ര വിശ്വസിക്കാവുന്ന ഒരു കാര്യമല്ല. കാരണം അത്രയ്ക്കൊന്നും കുത്തഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ദുരൂഹമായ എന്തൊക്കെയോ ഉണ്ട്. താങ്കൾ പറഞ്ഞ പോലെ ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയോ ഉണ്ട്. ഇത് പണ്ട് ഗോവിന്ദസ്വാമിയെ പിടികൂടിയപ്പോൾ തന്നെ അത്തരത്തിൽ ഇതുണ്ടായിരുന്നു. കാരണം ഇയാളെ പറയുന്നത് ഇയാളൊരു മാനസിക രോഗിയായ ഭിക്ഷക്കാരൻ എന്നാണ് പറഞ്ഞിരുന്നത്. പോലീസ് പോലും റെക്കോർഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെ റെക്കോർഡ് ചെയ്തു എന്നുള്ളത് തന്നെ അതിശയമാണ്. മാനസിക രോഗി എന്ന് പറയുമ്പോൾ തന്നെ കോടതിയിൽ ഒരു ചെറിയ ഇളവ് കിട്ടുമല്ലോ. മാനസിക രോഗിയായ ഭിക്ഷക്കാരൻ, ചെറിയ മോഷണങ്ങൾ നടത്തുന്നയാൾ. അയാൾക്ക് 15ഓളം ഈ സൗമ്യയെ പോലെ ബലാത്സംഗം ഉൾപ്പെടെയുള്ള 15ഓളം കേസുകൾ തമിഴ്നാട്ടിൽ നിൽക്കുകയാണ്. ഇതെല്ലാം ബാക്ക്ഗ്രൗണ്ടുകൾ ഉണ്ടായിട്ടും ഇയാൾക്ക് സെഷൻസ് കോടതിയും അതുപോലെ തന്നെ കേരള ഹൈക്കോടതിയും മരണക്കയർ വിധിച്ചിട്ടും തൂക്കുകയർ വിധിച്ചിട്ടും അത് സുപ്രീം കോടതി പോയപ്പോൾ ഇല്ലാതായി എന്ന് മാത്രമല്ല, ഇയാൾ കൊല നടത്തിയോ എന്ന് സംശയം വരെ തോന്നുന്ന വിധത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി വാദിച്ച വക്കീലന്മാർ, ഒന്ന് ആളൂരാണ്, 4-അംഗ സംഘമാണ് പോയതെന്ന് പറഞ്ഞത് സുപ്രീം കോടതിയിൽ. അതിനു മുമ്പ് ആളൂർ തന്നെയായിരുന്നു. 2 കോടതിയിലും ആളൂരിൻ്റെ വകയായിരുന്നു. ആളൂർ തന്നെ പറയുന്നത് ഞാൻ 15 ലക്ഷം ഇയാളുടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, എനിക്ക് 15 ലക്ഷം പ്രതിഫലം കിട്ടിയെന്നാണ് ആളൂർ തന്നെ പറയുന്നത്. അപ്പോൾ ഈ മാനസിക വിഭ്രാന്തിയുള്ള ഈ ഭിക്ഷക്കാരന് എങ്ങനെ 15 ലക്ഷം ആളൂരിന് കൊടുക്കാൻ തന്നെ കഴിഞ്ഞു? പിന്നെ അതിന് പുറമെ 4-അംഗ സംഘം മറ്റാണ് അവിടെ സുപ്രീം കോടതിയിൽ ഇയാൾക്ക് വേണ്ടി കേസ് പ്രിപ്പയർ ചെയ്യുകയും വാദിക്കാൻ പോവുകയൊക്കെ ചെയ്തു. അതിൽ ആളൂരും ഉണ്ടായിരുന്നു. അപ്പോൾ ആളൂർ പറയുന്ന ഒരു കേസിന് ഞാൻ 5 ലക്ഷം മിനിമം വാങ്ങിക്കും, ഏത് കോടതിയായാലും. സുപ്രീം കോടതി ആകുമ്പോൾ അതിൽ കൂടുതലായിരിക്കും. പിന്നെ മറ്റു വക്കീലന്മാർ, കൂടെ ഉണ്ടായിരുന്ന വക്കീലന്മാരൊക്കെ ഇവിടുത്തെ ഫീസ് എത്ര? എങ്ങനെയായാലും ഒരു 1/2 കോടി രൂപയില്ലാതെ സുപ്രീം കോടതിയിൽ ഒരു ക്രിമിനൽ കേസൊന്നും അങ്ങനെ നടത്തി ജയിച്ചു വരാൻ എളുപ്പമല്ല, നല്ല വക്കീലന്മാരെ വെച്ച്. ഇതെല്ലാം നോക്കുമ്പോൾ ഈ ഒരു കൊടും ക്രിമിനലിന് പിന്നിൽ
ആരൊക്കെയോ ഉണ്ട് എന്നുള്ളതാണ് അന്ന് മുതലേ. ഇന്നത്തെ ഈ രംഗപ്രവേശനവും അവിടുത്തെ ഓടി രക്ഷപ്പെടലും എല്ലാം കാണുന്നത് സൂചിപ്പിക്കുന്നതും അതുപോലെ തന്നെ. അതായത് പൂർണ്ണമായും ജയിലിലെ എല്ലാ കവാടങ്ങളും അടഞ്ഞു പോകുന്ന ഒരവസ്ഥ. പണ്ട് ശ്രീകൃഷ്ണൻ ഇങ്ങനെ ജനിച്ചപ്പം ഒരു അബദ്ധം പറ്റിയതായിട്ട് കേട്ടിട്ടുണ്ട്. കംസന്റെ എല്ലാ അറകളും തനിയെ തുറക്കപ്പെടുന്നു, കാവൽക്കാർ ഉറങ്ങിപ്പോകുന്നു, എന്നിട്ട് അവിടെ പിന്നെ മറ്റ് നിരീക്ഷണങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാ സംവിധാനങ്ങളും തകർത്തുകൊണ്ട് വസുദേവന് ഇയാളുടെ തലയിൽ വെച്ചുകൊണ്ട് കൃഷ്ണനെ ഒരു കുട്ടയ്ക്കകത്ത് തലയിൽ വെച്ചുകൊണ്ട് പോകാൻ കഴിയുന്നു. പോകുന്ന വഴിക്ക് മഴ പെയ്യുമ്പോൾ അനന്തൻ കുടയായി വരുന്നു എന്നൊക്കെ പറയുന്നത് പോലെ എന്തോ ഒരു അത്ഭുതം സംഭവിച്ചു എന്ന മട്ടിലാണ് നമ്മുടെ പലരും ഭരണരംഗത്തുള്ള പലരും സംസാരിക്കുന്നത്. ഇതിനകത്ത് വേറൊരു കാര്യം, ഈ ഗോവിന്ദചാമിക്ക് പിന്നെ അംഗവൈകല്യമുണ്ട്. അതുകൊണ്ടൊരു പിന്നെ പലർക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അതുമല്ല, ഗോവിന്ദചാമിയെ മറന്നിട്ടില്ല കേരളം, ഇത്രയും വലിയൊരു കൊടും ഭീകരനായിട്ടുള്ള ഒരു ക്രിമിനൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇറങ്ങി നടന്നതുകൊണ്ട് പിടിക്കാൻ കഴിഞ്ഞു. മറ്റേതെങ്കിലും ഒരു പ്രതി ആയിരുന്നുവെങ്കിൽ എന്നിട്ടും പിടിക്കാൻ കഴിയില്ലായിരുന്നു. ഇത് ഒരാൾക്കൊരു സംശയം തോന്നുകയാണ്. കാരണം ഗോവിന്ദചാമി ഇതിനെല്ലാം പ്രിപ്പറേഷൻ എടുത്തിരുന്നു. കാരണം സർക്കാരിന്റെ കയ്യിലിരിക്കുന്ന ജയിലിലെ ഫോട്ടോ, പോലീസിലെ ഫോട്ടോ എല്ലാം അയാൾ നല്ല സുമുഖനായി നിൽക്കുന്നത്, അല്ലെങ്കിൽ മുമ്പ് പിടിച്ചപ്പം ഷേവ് ഒക്കെ ചെയ്തിരിക്കുന്നതാണ്. ഇയാൾ പോലീസ് ജയിലിൽ പറയുകയാണ് എനിക്ക് താടി വളർത്തണം. ജയിലിൽ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. ജയിലിൽ താടി വളർത്താൻ സംഭവിച്ചു, മുടി നീട്ടി വളർത്താൻ സംഭവിച്ചു. അപ്പോൾ അയാൾ ഉദ്ദേശിച്ചത് എന്നിട്ട് വണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചു. എനിക്ക് വണ്ണം കുറയ്ക്കണമെന്ന്. അയാൾക്ക് ഷുഗറോ പ്രഷറോ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നിട്ട് അയാൾ വണ്ണം കുറയ്ക്കണം എന്ന് പറഞ്ഞപ്പം ഗോതമ്പ് മാത്രം കൊടുത്ത് അയാൾക്ക് വണ്ണം കുറയ്ക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. ഏതാണ്ട് 2-3 മാസത്തെ പ്രിപ്പറേഷൻ അയാൾ അതിനു മുമ്പേ നടത്തിയിരിക്കുകയാണ്. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? അതുകൊണ്ട് എന്നിട്ട് അയാൾ വെളിയിലിറങ്ങുമ്പോൾ അയാൾക്കൊരു ടീഷർട്ടും പാൻറ്റും കിട്ടുന്നു. അയാളുടെ തലയിൽ വെക്കാനായിട്ടൊരു ചാക്ക് കെട്ട് കിട്ടുന്നു. ആ കെട്ടിൽ അയാളുടെ കൈ അയാൾ മറയ്ക്കുന്നു. ഈ ഒറ്റക്കൈ അറിയാതിരിക്കാനായിട്ട് ആ കൈയാണ് അവിടെ മറച്ചു പിടിക്കുന്നത്. അപ്പം ആൾക്കാർ അറിയില്ല. എന്നിട്ട് ഈ കൈയും വീശിക്കൊണ്ട് പോവുകയാണ്. ഇടത് കൈ ആണെന്ന്, ഇടത് കൈ അങ്ങനെ വെച്ചിട്ട് വലത് കൈ വീശി അങ്ങനെ പോവുകയാണ്. പോകുമ്പോൾ ഒരാൾക്കൊരു സംശയം, ഈ വാർത്ത ഇങ്ങനെ പ്രധാനമായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ വന്നുകൊണ്ട് ഒരാൾക്ക് ഒരു സംശയം തോന്നിയതാണ്. അയാളാണ് മറ്റേ സുഹൃത്തിനോടും കൂടെ പറഞ്ഞ് നമുക്കൊന്ന് ഫോളോ ചെയ്യാന്ന് വെച്ചാൽ സ്കൂട്ടറിൽ തിരിച്ച് വന്നിട്ട് മുഖം നോക്കിയപ്പോൾ അങ്ങനെയാണെന്ന് തോന്നി. ഇയാൾ കൂസലില്ലാതെ പോകുന്നത് കണ്ട് ഗോവിന്ദചാമി എന്ന് വിളിച്ചപ്പോഴാണ് ഇയാൾ ഓട്ടം പിടിച്ചത്. ഈ ഒരൊറ്റ കാരണമാണ് ഇയാളെ കിട്ടാൻ കാരണം. ഇല്ലെങ്കിൽ അയാളെ പൊടി പോലും കിട്ടില്ലായിരുന്നു. അത്രയ്ക്ക് സുരക്ഷിതമായിട്ടാണ് അയാൾ പോയിരുന്നത്. വേഷപ്രച്ഛന്നനായി പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയാണ് അയാൾ പോയത്. അയാളെ മറ്റൊരു കാരണവശാലും പിടിക്കാൻ സാധ്യതയില്ലായിരുന്നു. എന്നിട്ടും അയാൾ ഓടിക്കയറിയത് വിജനമായൊരു പിന്നെ കെട്ടിടത്തിലേക്ക്, അവിടുന്ന് ചാടി കിണറ്റിൽ സുഖമായിട്ടിരിക്കുന്നു. ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് കിണറ്റിൽ ഇരുന്നത് കണ്ടുപിടിച്ച ആളിനോട് പറയുന്നു, എന്നെ ചൂണ്ടിക്കൊടുത്താൽ അല്ലെങ്കിൽ ശബ്ദം വെച്ചാൽ എന്നെ കൊന്നുകളയുന്നു. എത്ര കൊടും ക്രിമിനലാണ് ഇയാൾ എന്ന് ആലോചിച്ച് നോക്കുക. ഇയാൾക്ക് ഒരു മാനസിക വിഭ്രാന്തിയും ഉള്ളതായിട്ട് നമ്മൾ ഇതുവരെ ഒന്നും കണ്ടില്ല. ഇതിൻ്റെ പിന്നിൽ ഏതോ ഒരു ഗൂഢസംഘമുണ്ട്. ജയിലിൻ്റെ സംവിധാനം മുഴുവൻ മരവിപ്പിക്കാൻ കഴിയുന്ന ഇത്രയും അതീവ സുരക്ഷയുള്ള മുറികൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തോ ഒരു മഹാഭാരതത്തിലേക്ക് കഥകളെ പോലും വെല്ലുന്ന വിധത്തിൽ ഒരു സംഭവം അവിടെ നടന്നിരിക്കുകയാണ്. പുരാണങ്ങളെ വെല്ലുന്ന വിധത്തിലുള്ളൊരു സംഭവം അവിടെ നടന്നിരിക്കുകയാണ്. ആ സംഭവത്തിന് പിന്നിൽ ആരാണ്, ഇത്ര ശക്തമായ അജ്ഞാത ശക്തി ആരാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇതിനു മുമ്പ് റിപ്പർ ജയാനന്ദനൊക്കെ ഇതുപോലെ ചാടിയിട്ടുണ്ട്. അതും ഇതുപോലത്തെ പ്രമാദമായതായിരുന്നു. അതിനൊക്കെ റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ വരുമെന്ന് പറഞ്ഞു, പക്ഷേ ഇതുവരെ വന്നില്ല. ഇതിപ്പോൾ ഗോവിന്ദസ്വാമിയെ പിടിച്ചതല്ല, ഗോവിന്ദസ്വാമിയെ മീഡിയയും പൊതുജനവും ചേർന്ന് പോലീസിന് പിടിച്ചു കൊടുത്തതാണ്. പോലീസിൻ്റെ ഒരു ക്രെഡിറ്റ് എന്ന് പറയാനായിട്ട് യാതൊന്നുമില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ എന്നിട്ടും സർക്കാർ ഉടനെ അത് ഞങ്ങൾ പിടികൂടി എന്നാണ് പറയുന്നത്. പിടികൂടിയത് നാട്ടുകാരും ഇവിടുത്തെ മാധ്യമങ്ങളുമാണ്. അതിലില്ലായിരുന്നെങ്കിൽ ഗോവിന്ദസ്വാമി രക്ഷപ്പെട്ടേനെ, അയാൾ ഉദ്ദേശിച്ച സ്ഥലത്ത് അയാൾ എത്തിച്ചേർന്നേനെ. ഇതിന് ശക്തമായ ഗോവിന്ദസ്വാമിയെ പിടിച്ചതല്ല നമുക്ക് അന്വേഷിക്കേണ്ടത്, അല്ലെങ്കിൽ പിടിച്ചതിന് ശേഷം അയാൾക്ക് എന്ത് നടപടിയെടുക്കും എന്നുള്ളതല്ല അന്വേഷിക്കേണ്ടത്. ഗോവിന്ദസ്വാമിയെ പോലെ വികലാംഗനായ ഒരാൾ എങ്ങനെ രക്ഷപ്പെട്ടു, ആ ഒരു കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ടും അന്വേഷിക്കേണ്ടത്. വികലാംഗൻ പറയാൻ പാടില്ലെന്നാണ്, ഫിസിക്കലി ചലഞ്ചഡ്, ദിവ്യാംഗൻ അല്ലെങ്കിൽ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആ മഹാൻ എങ്ങനെ ഈ ജയിലിൻ്റെ പിന്നെ മതിലുകൾ ചാടിക്കടന്നു
എന്നുള്ളത് പുരാണങ്ങളെ ത്രസിപ്പിക്കുന്ന ഒരു അത്ഭുതമായി നിൽക്കുമ്പോൾ അതിനുത്തരം പറയേണ്ടത് സർക്കാരിൻ്റെ സംവിധാനങ്ങളുമാണ്. അതുണ്ടാകുമോ എന്നുള്ളതാണ് ഇനി ജനം നോക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.